ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്. ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഹെയർ ആൻഡ് റോക്സ് ആണ്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ക്രോ ആൻഡ് ഡോഗ്വുഡ്, ഇൻ്റലിജൻസ്, സ്പൈഡർ ആൻഡ് പാഷൻ ഫ്ലവർ, ക്രിയേറ്റീവ് ഇൻഗ്ലിറ്റി, opossum and peony, harshfulness, loyalty. ബോട്ടം വന്നിട്ടുള്ളത് ക്യൂയിൽ ആൻഡ് ഗൂസ്ബെറി ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് കൂടി എടുക്കാം. നയൻ ഓഫ് സോഡ്സ്, വീണ്ടും ഇത് വന്നിട്ടുണ്ട്. സ്പൈഡറിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് വാണ്ട്സ്, ഏസ് ഓഫ് കപ്പ്, സൺ ഓഫ് കപ്സ്, നൈൻ ഓഫ് വാണ്ട്സ്, ജഡ്ജ്മെന്റ്. ഒരു ന്യായം നടപ്പിലാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ കാർമികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ആക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ സ്വയം മനസ്സിലാക്കി തീരുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം, ചിലപ്പോൾ അത് നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും, ചിലപ്പോൾ ചില നിങ്ങളുടെ ദുശീലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില അഡിഷൻസ് ആയിരിക്കാം. എന്ത് കാര്യമായാലും നിങ്ങളതിനെ കട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. കട്ട് ചെയ്ത് രണ്ടാക്കി മാറ്റുന്ന ഒരു എനർജി, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിന് നല്ലതല്ലാത്തൊരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം കട്ട് ചെയ്ത് കളയുന്ന ഒരു എനർജിയാണ്. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചില ആൾക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു അഡിക്ഷനിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അത് റിലേഷൻഷിപ്പ് അഡിക്ഷനോ അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷനോ ആകാം, പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് കട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു അസ്ട്രോളജറുടെ ഒരു സഹായം തേടിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ടാരോ എടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹീലിംഗ് സെക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്ത് നിങ്ങളത് കട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതെന്താണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എന്ത് കാര്യമാണ് നിങ്ങൾ ഇന്നേ ദിവസം കട്ട് ചെയ്യുന്നത് നോക്കാം. സ്റ്റാറാണ്. ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യം നടക്കാതെ പോയ ഒരു എനർജിയാണ്. അത് ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ആയിരിക്കാം അത് നടക്കാതെ പോയത്. ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായിരുന്ന ഒരു പെയിൻ നിങ്ങൾ ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നു. കാരണം നിങ്ങൾ ആ നെഗറ്റിവിറ്റി കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് കാണുന്നത്. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് ചിലപ്പോൾ ഒരു വൺ സൈഡഡ് പ്രണയമായിരിക്കാം. നിങ്ങൾ മാത്രം അങ്ങോട്ട് പ്രണയിച്ചുകൊണ്ടിരുന്നതായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടത്ര ഒരു വാല്യൂ തരാതിരുന്ന ഒരു റിലേഷൻഷിപ്പ് ചില ആൾക്കാർ കട്ട് ചെയ്ത് കളഞ്ഞതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാർ ആകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ സഫലീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർഡം കിട്ടണമെങ്കിൽ, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യം, ഒരു റിലേഷൻഷിപ്പാണ് കൂടുതലായിട്ടും വരുന്നത്, അത് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് കാണുന്നത്. പിന്നെ പുതിയ സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് സാധ്യതകൾ, ചിലപ്പോൾ ഇതുവരെ നിങ്ങൾ കാണാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരു കാര്യം കാർമികമായിട്ടുള്ള ഒരു കാര്യം കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം. അത് പുതിയൊരു ജോലിയായിരിക്കാം,
ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി കിട്ടിയപ്പോഴാണ് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഉണ്ടായത് എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ഇന്നേ ദിവസം വളരെ ബുദ്ധിയോടുകൂടി പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് ക്രോ ആൻഡ് ഡോഗുഡ് പറയണത്. അതിൽ ഇപ്പോൾ കാക്കയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിയുള്ള നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പക്ഷിയാണ്. അതുകൊണ്ടാണല്ലോ അത് നമ്മളുടെ പിതൃക്കളുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഉള്ളൊരു ബുദ്ധി, അങ്ങനത്തെ ഒരു ഇത് നിങ്ങളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മറഞ്ഞു കിടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങളിത് കണ്ടുപിടിച്ച ഒരു എനർജി ഇതിനകത്തുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ചാരിയറ്റാണ്. നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റിയ ഒരു എനർജിയാണ്. അത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് മാറ്റി എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് നടത്താൻ ഇതുവരെ പറ്റാതിരുന്ന എന്തോ ഒരു കാര്യം, അത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഒരു കാര്യം എന്തോ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ശരിക്കും ഒരു സ്പൈഡറിൻ്റെ എനർജി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ക്ഷമ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടായി എന്നാണ് കാണുന്നത്. ഇന്നേ ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ വേണമായിരിക്കണം. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ക്ഷമ കേടുകൊണ്ട് ചിലപ്പോൾ പലപ്പോഴും അത് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണെന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അത്രയും പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ക്ഷമ നമുക്കില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സമയം നിങ്ങളതിൽ കണ്ടെത്താത്തത് കൊണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളും, നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാൻ പറ്റാതിരിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ ഈ സമയം നിങ്ങളൊരു സ്പൈഡറിൻ്റെ എനർജിയിലാണെന്നുള്ളതാണ്. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി പല കാര്യങ്ങളും ചെയ്ത് അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ സന്തോഷിക്കും എന്നുള്ളതാണ്. ഇതുവരെ ഇല്ലാത്തൊരു ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തൊരു കാര്യം ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ ആണെന്ന്. വേൾഡ് കാർഡാണ്. കംപ്ലീഷനാണ്. നിങ്ങൾ എന്തോ കാര്യം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയ ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ പല സമയങ്ങളിലും നിങ്ങൾക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടായിരിക്കണം. ക്ഷമയില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ തടസ്സപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം. അതൊക്കെ അങ്ങനെ പകുതി വെച്ച് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളെടുത്ത ഏതോ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങളത് നേടിയെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം അതുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ ഇതൊരു ട്രിപ്പ് പോകണ ഒരു എനർജിയാണ്. നിങ്ങളൊരു ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ വിദേശത്തേക്ക് പോകാൻ കാത്തിരുന്ന ആൾക്കാർക്ക് ഒരു വിസ വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ ഇന്ന് നിങ്ങൾ ശരിക്കും ലോയലായിരിക്കണം എന്നുണ്ട് കേട്ടോ. മറ്റുള്ളവരോട് വളരെ ആത്മാർത്ഥതയോടെ പെരുമാറുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് അതേ ഒരു ഇത് തിരിച്ച് കിട്ടും എന്നാണ് കാണുന്നത്. നിങ്ങൾ കൊടുക്കുന്നത് തിരിച്ച് കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ആരോടെങ്കിലും വളരെ ലോയലായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ സമയം ആ ഒരു ലോയൽറ്റി നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ 5 ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളോട് വളരെ സത്യസന്ധത കാണിക്കാതിരുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം സ്ട്രഗിൾ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നിങ്ങളെ പറ്റിച്ച ആൾക്കാരുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവർ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഇതിലൊരു 9 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പല കാര്യങ്ങളിലും ശരിക്കും ബ്ലോക്കായി നിൽക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ്. ഉറക്കമില്ലാത്ത ഒരു കാര്യമാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രണയത്തിൽ ബ്ലോക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കുന്ന, ഒരു ഡിപ്രഷൻ അനുഭവിക്കുന്ന കുറച്ചധികം ആൾക്കാരുടെ എനർജിയാണ് കാണുന്നത്. കുറച്ച് ആൾക്കാർ, കാരണം ഈ ലവേഴ്സ് കാർഡ് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർ ഈ ഒരു പ്രണയം ഫുള്ളി കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം, വേണ്ടാന്ന് വിചാരിച്ചിട്ട്. ചില ആൾക്കാർ വീണ്ടും ആ ഒരു കാർമിക് ടൈയിൽ വീണ്ടും കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് പ്രതീക്ഷിക്കുന്നു എന്നാണ് കാണുന്നത്. ആ ആളിൻ്റെ ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾ ഇന്നേ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് ദിവസം അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഇത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അതിൽ കുടുങ്ങിപ്പോകരുത് എന്നുള്ളതാണ്.
ഈ സെപ്പറേഷനിൽ നിങ്ങൾ സ്ട്രെങ്ത് ഉണ്ടാക്കണം എന്നാണ് ഡിവൈൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ പിറകെ പോയി ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചിരുന്ന് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ബ്ലോക്ക് ഉണ്ടാക്കി നിങ്ങളുടെ ഇതിലൊരു ഡിപ്രഷൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ എല്ലാ മേഖലകളും ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ചിലപ്പോൾ കരിയറും ഫിനാൻസും മറ്റുള്ള റിലേഷൻഷിപ്പും ഒക്കെ നിങ്ങൾ ഈ ഒരു കാര്യം കൊണ്ട് ഇല്ലാതായി പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരാൾ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങളിലേക്ക് ഒരു മെസ്സേജോ കോളോ ഒക്കെ തരുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർ ഈ ഒരു ജോലിക്ക് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ അവരൊരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. പിന്നെ സൺ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഓഫറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വരുന്ന എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. കുറേ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യത്തിന് ജഡ്ജ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർക്ക് ഇതൊരു കോടതിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ്. നിങ്ങൾ കേസിൻ്റെ കാര്യത്തിൽ കുറേ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ജഡ്ജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഒരു വെയിറ്റിംഗ് ആ ഒരു വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം റിലീസാകുന്നു എന്നുള്ളതാണ് കേട്ടോ. അത് എൻ്റെ ആകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു പാർട്ടിസിപ്പേഷനാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇതൊരു ആഘോഷമാക്കി എടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു വിജയം ആഘോഷിക്കുന്നൊരു സമയമാണിത്. നിങ്ങളുടെ ഒരു സ്റ്റാർഡം ആഘോഷിക്കുന്നൊരു സമയമാണ്. നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഫ്രണ്ട്സുമായിട്ട് ഒക്കെ പുറത്ത് പോകുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കും എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. സ്റ്റെബിലിറ്റിയാണ്. ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഇന്നേ ദിവസം. നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എതിർത്തിരുന്നതും ഭയപ്പെട്ടിരുന്നതുമായ എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കാണുന്നത്. നിങ്ങൾക്കത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു റൈഡോ അങ്ങനെ ശരിക്കും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണുന്നത്. അത് നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. വീണ്ടും 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പാർട്ടിസിപ്പേഷൻ. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അതേ വേവ് ലെങ്തുള്ള കുറച്ച് ആൾക്കാർ കൂടി ഒരുമിച്ച് ചേരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പൂർത്തിയാക്കാൻ ഒരു കംപ്ലീഷനിൽ എത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കുന്നു എന്നാണ് ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ഒരു നമുക്ക് കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് കിട്ടുന്നതെന്ന്. വീട്ടിലാണ്, ഗുഡ് ഫോർച്യൂണാണ്. അപ്പോൾ ഇതൊരു വണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ സൗഭാഗ്യം കൊണ്ടുവരുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റാറും വേൾഡും ലവേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പൂർണ്ണമായും എത്തുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. ലയണാണ്. ടൈം ടു ആക്ട് ആണ്. ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് എന്നുള്ളതാണ്. മാറി നിൽക്കരുത്. അപ്പം ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് ഡിവൈൻ പറയുന്നത്. കാറ്റർപില്ലറാണ്. ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർത്ത് എൻ്റെ സമയം മാത്രം മാറുന്നില്ലല്ലോ, എൻ്റെ കാര്യങ്ങൾ മാത്രം ശരിയാകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം എല്ലായ്പ്പോഴും ഒരുപോലെ അല്ല, സമയം മാറുന്നുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. വിഷമിക്കണ്ട എന്നാണ് ഡിവൈൻ പറയുന്നത്. ബൂട്ടാണ്. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് ഇടണം എന്നാണ്. നിങ്ങൾ ഇപ്പം പോകുന്ന ആ രീതിയിൽ പോയാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് നടക്കണം എന്നില്ല. അപ്പോൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് ആ കാര്യങ്ങളൊക്കെ സക്സസ് ആക്കാൻ ശ്രമിക്കുക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഹിസ്റ്റക്കാണ്. കർമ്മയാണ്. നിങ്ങൾ എന്താണോ വിതച്ചത് നിങ്ങൾ കൊയ്യും. അപ്പോൾ
ആ വിതച്ചത് കൊയ്യുന്നൊരു സമയമാണ്. അപ്പോൾ നല്ലതാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ദിവസം അനുഭവിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്കുള്ള. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.